بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ينيب. اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا محمد وعلى آله وصحبه وأزواجه وأولاده وأهل بيت وأتباع سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا صاحب البغداد كل حاضرين يا مطلب الحاجات عبد القادر يا قادر يا قادر يا قادر يا قادر يا شيخ عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة സഞ്ചരി. അല്ലാഹു തആല കേൾക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വർത്തമാനകാല സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രഹേളികയായി, ഒരു പ്രശ്നമായി, പൂരിപ്പിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ഒരു സമസ്യയായി മാറിയിരിക്കുന്നത് അനുദിനം അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധാർമ്മികതയാണ്. സമൂഹത്തിന്റെ ധാർമ്മികതയെ ഒരു സിംപോസിയത്തിലോ സെമിനാറിലോ വെച്ച് നമുക്ക് പറയാം. ഇവിടെ ഞാൻ പറയുന്നത് എന്റെ ധാർമ്മികതയെ കുറിച്ചാണ്. നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ അർഹതല്ല. അതിന് മാത്രം ഞാനൊന്നും ശുദ്ധനല്ല. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഓരോരുത്തരും അവരവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ധർമ്മബോധം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ എന്റെ പ്രായമുള്ള സഹോദരിമാർക്കും പ്രായമുള്ള മുഅ്മിനീങ്ങൾക്കും മനസ്സിലാകില്ല. കുട്ടിക്കാലത്ത് ദീനിനോട് നമുക്കുണ്ടായിരുന്ന അടുപ്പം, അല്ലാഹു എന്ന് കേൾക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കേൾക്കുമ്പോ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ, ആത്മീയമായ ഏതേത് വിഷയങ്ങളെ കുറിച്ചും അറിയുമ്പോ, ചർച്ച ചെയ്യുമ്പോ നമുക്കുണ്ടായിരുന്ന ബന്ധവും അടുപ്പവും അഭിനിവേശവും താല്പര്യവും ഇപ്പൊ നമുക്കുണ്ടോ? ഓരോരുത്തരും ആലോചിക്കേ. ഓരോ വർഷം കഴിയും തോറും 15 വയസ്സുള്ളവർ എന്റെ പ്രഭാഷണം കേൾക്കുന്നവരുണ്ടാകും,
20 വയസ്സുള്ളവരുണ്ടാകും, 25, 30, 35, 40, 50, 60 ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ധർമ്മബോധം, നമ്മുടെ ഈമാനികമായ ആത്മീയമായ താല്പര്യം കൂടുകയാണോ കുറയുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ കഴിയും, എനിക്ക് എന്നോട് മറുപടി പറയാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളോട് മറുപടി പറയാൻ കഴിയും. നാം പിറകോട്ട് സഞ്ചരിക്കുകയാണ്. ആത്മീയമായ വിഷയങ്ങളിൽ, ഈമാനികമായ വഴികളിൽ, ധാർമ്മികമായ മേഖലകളിൽ നാം പിറകോട്ടാണ്, മുമ്പോട്ടല്ല. പിറകോട്ട് സഞ്ചരിക്കുകയാണ്. കാലചക്രത്തിന്റെ കറക്കം പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേ പറഞ്ഞില്ലേ, ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടിൽ നിന്ന് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനടുത്ത നൂറ്റാണ്ടാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനടുത്ത നൂറ്റാണ്ടാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? മഹാന്മാരായ സൂഫിയാക്കൾ ഈ ഹദീസിനെ മുന്നിൽ വെച്ചിട്ടൊരു ചർച്ച ആരംഭിച്ചിരുന്നു. കാലത്തിന്റെ ദ്രുതഗതിയിലുള്ള കറക്കങ്ങൾക്കനുസരിച്ച് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, വിശ്വാസപരമായ അപജയങ്ങൾ വരുന്നു, ധാർമ്മികമായ പരാജയങ്ങൾ വരുന്നു. ഇനി നാം ഓരോരുത്തരും നമ്മുടെ വയസ്സ് വെച്ച് ആലോചിക്കുക. 10 കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്ന ഈമാനികമായ ബോധം ഇപ്പോഴില്ല. 5 വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന നരകത്തെ കുറിച്ചുള്ള ഭയം ഇപ്പോഴില്ല. 2 വർഷം മുമ്പ് സ്വർഗത്തെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന താല്പര്യം ഇപ്പോഴില്ല. കാലം കറങ്ങുന്നതിനനുസരിച്ച് തിന്മയിലേക്കാണ് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തപ്പോ ചെയ്യാ? ഇനി അങ്ങനെ അങ്ങ് പോകല്ല ഉസ്താദ്, നിങ്ങൾ അങ്ങനെയാ പറയുന്നെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഇനി ഇങ്ങനെ അങ്ങ് പോകാം? പാടില്ല. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എന്റെ കൂടെ ഓത്, ആ ഉറക്കച്ചടവെന്ന് പോട്ടെ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്ന സുന്ദരമായ ഒരു അധ്യായം. വൽ അസ്രി, കാലത്തെ തന്നെയാണ് സത്യം. കാലത്തെ പിടിച്ചു സത്യം ചെയ്യാൻ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. മൊത്തത്തിൽ മനുഷ്യന്റെ അവസ്ഥ പറയാ അല്ലാഹു തആല. പരാജയത്തിലാണ്. പരാജയമില്ലാതെ വിജയിച്ചു പോകുന്നവരാരാണ്? മനുഷ്യ സമൂഹത്തിൽ നിന്ന് വിജയിച്ചു പോരുന്നവരാരാണ്? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസികളും സൽക്കർമ്മികളും ഒഴികെ. വൽഅസ്രി, കാലത്തെ തന്നെയാണ് സത്യം. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മളാരും കാലത്തെ ആക്ഷേപിക്കുകയേ വേണ്ട. കാലത്തിനല്ല കുഴപ്പം. കാലം കറങ്ങുന്നതിനനുസരിച്ച് സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന, സമൂഹത്തിൽ ഉടലെടുക്കുന്ന അതിനൂതനങ്ങളായ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് പ്രശ്നം. കാലം കറങ്ങുന്നതിനനുസരിച്ച് വിഷയങ്ങൾ മാറി മാറി വരികയാണ്. സമൂഹത്തിന്റെ സ്വഭാവങ്ങൾ മാറി മാറി വരികയാണ്. പ്രശ്നമതാണ്. കാലത്തിന് പ്രശ്നമില്ല, കാലത്തിന് ദുർലക്ഷണങ്ങളില്ല. ലാ തസ്ബുത്തഹ്റ, കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ? വിഷയം ഇതാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. കാലമേതു കാലമായാലും, ഇത് പൈത്തി വിപ്ലവത്തിന്റെ കാലമാണ്.
IT വിപ്ലവത്തിന്റെ കാലമാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണ്. ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരാം, പുതിയ ശാസ്ത്ര സത്യങ്ങൾ വരാം. അപ്പോഴൊക്കെ വിജയിക്കുന്നവരാരാണ്? പണക്കാരാണോ? ശാസ്ത്രജ്ഞന്മാരാണോ? ആരോഗ്യവാന്മാരാണോ? സുന്ദരന്മാരാണോ? സുന്ദരിമാരാണോ? ചിലക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവിടെ ജയിക്കാൻ കഴിയാ അല്പം പണമുള്ളവർക്കാണ്. പിന്നെ പണവും സൗന്ദര്യവും അല്ലെ, പേഴ്സണാലിറ്റിയും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും. 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റോന്ന് ഇംഗ്ലീഷ് പറയും. സാമ്പത്തിക ശേഷിയുണ്ടായാൽ, കാണാൻ നല്ല ഫിഗർ ഉണ്ടായാൽ, ആളുകളോട് തന്റെ ഇടത്തോടെ സംസാരിക്കാനുള്ള കഴിവുണ്ടായാൽ ഇവിടെ വിജയിക്കാൻ കഴിയുമെന്ന് ധരിച്ചു വശായവർ നമ്മുടെ ഇടയിലില്ലേ? എന്നാൽ ആലോചിച്ചു നോക്കൂ, എത്രയോ പണക്കാർ നമ്മുടെ ഇടത്തും വലത്തുമൊക്കെ ജീവിച്ചിരിപ്പില്ലേ? പണക്കാരൊരുപാടില്ലേ? അയിന ഫിർഔൻ എവിടെയാണ്? എന്തെങ്കിലും ഈ ലോകത്തവനു നേടാൻ കഴിഞ്ഞോ? അയിന നമ്രൂദ് എവിടെയാണ്? എന്തെങ്കിലും ഈ ലോകത്തവനു നേടാൻ കഴിഞ്ഞോ? അവനും ഭക്ഷണം കഴിച്ചു, നമ്മളും ഭക്ഷണം കഴിച്ചു. അവനും കിടന്നുറങ്ങി, നാമും കിടന്നുറങ്ങി, അല്ലേ? അവരും നന്നായിട്ടു ജീവിതത്തെ ആസ്വദിച്ചു. നാം നമ്മുടെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുന്നു. അല്പസ്വല്പം വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വേറെന്ത് സുഖ? പിരിഞ്ഞു പോയില്ലേ മടങ്ങാത്തൊരു ലോകത്തേക്ക്, പിരിഞ്ഞു പോയില്ലേ ഭീകരമായൊരു ലോകത്തേക്ക്, വിട പറഞ്ഞില്ലേ വേദനാജനകമായൊരു ലോകത്തേക്ക്. അവരെ സുഖം അസ്തമിച്ചില്ലേ? അവരെ ക്ഷേമം കൊഴിഞ്ഞു പോയില്ലേ? അവരെ എല്ലാ സന്തോഷവും വിട പറഞ്ഞില്ലേ? അവരിപ്പോ അള്ളാഹുവിന്റെ കണക്കെടുപ്പിന്റെ ലോകത്തല്ലേ? ശരിക്കും കേൾക്കണം. ഫിർഔനവിടെ ലോകം മുഴുവൻ അടക്കി വരച്ചവനല്ലേ അവൻ? അത്രയും വലിയ പണക്കാരി ഇന്ന് ലോകത്തുണ്ടാവോ? ഫിർഔൻ എവിടെയാണ്? നമ്രൂദ് എവിടെയാണ്? ഖാറൂൻ എവിടെയാണ്? സദ്ദാദ് എവിടെയാണ്? മുസ്ലിമേ, കാലമേതു കാലമായാലും ഈ ലോകത്ത് വിജയം കൈവരിക്കാൻ കഴിയുക വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർക്കാണ്. പോരാ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്രി. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം വിശ്വസിക്കുന്നവർ, പരസ്പരം ഉപദേശിക്കുന്നവർ, സത്യം കൊണ്ട് ഉപദേശിക്കുന്നവർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. ഈ ഭാഗത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീറിൽ കാണാം, ഫർളായ അമലുകൾ ചെയ്യാൻ ജനങ്ങളോട് ഉപദേശിക്കുന്നവർ, ആ ഉപദേശത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്നവർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നാം ജീവിക്കേണ്ടത് എങ്ങനെയാണ്? കാലമെത്ര മാറിയാലും, ഏത് കാലമായാലും, ഏത് യുഗമായാലും, നാഗരികതകൾ മാറി മാറി വന്നാലും, കാലചക്രം കറങ്ങി വന്നാലും, മുസ്ലിമേ നിന്റെ ഈമാൻ കുറയാൻ പാടില്ല. നീ സൽക്കർമ്മത്തിന്റെ വഴിയിൽ നിന്നകലാൻ പാടില്ല. നിന്റെ ബാധ്യത നിർവഹണത്തിന്റെ വഴിയിൽ നിന്നും നീ അകലാൻ പാടില്ല. നാം ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ പൊരുത്തവും സഹായവും നമ്മുടെ കൂടെ ഉണ്ടാവും. ജീവിതത്തിൽ ധാർമ്മികത തകർന്നു പോകുന്നത് നമ്മൾ സ്വന്തം മതത്തെ കുറിച്ചുള്ള ഗൗരവപൂർണമായ ആലോചനകൾ ഇല്ലാതാക്കുമ്പോഴാണ്. ദീനിനെ കുറിച്ചുള്ള സ്വന്തം, ഞാനൊരു മുസ്ലിമല്ലേ, എനിക്കൊരു ഇസ്ലാമികമായ ബാധ്യതല്ലേ. ഇപ്പൊ നോക്കിയാണ്, ഒരു ആശാരി ചിന്തിക്കുകയാണ്, ഞാനൊരു ആശാരിയല്ലേ. ഒരു എഞ്ചിനീയർ ചിന്തിക്കുകയാണ്, ഞാനൊരു എഞ്ചിനീയർ അല്ലേ. എനിക്ക് എന്റേതായ ഫീൽഡിൽ സൂക്ഷിക്കേണ്ട ചില സൂക്ഷ്മതകളില്ലേ. അശ്രദ്ധനായിട്ടൊരു ആചാരി പണിയെടുത്ത ഓൻ ആരെങ്കിലും വിളിക്കുവോ? ഒരാശാരി അശ്രദ്ധനായിട്ട് പണിയെടുക്കാൻ, ഒരു കട്ടില് കുട്ടിയ സുബ്ഹാനല്ലാഹ്, കട്ടിലിങ്ങനെ കോമാങ്ങ പോലെ. ഒരു സിവിൽ എഞ്ചിനീയർ, അയാള് പലപ്പോഴും പഴയ കാലത്തൊക്കെയുള്ള സിവിൽ എഞ്ചിനീയർ ആർക്കിടെക്റ്റിന്റെ പണിയെടുക്കണം, അയാൾ തന്നെ പ്ലാൻ വരക്കണം, അയാൾ സൈറ്റിൽ പോകണം, അയാൾ തന്നെ എല്ലാം ചെയ്യണം. ഇപ്പോഴാണ് പിന്നെ കുറെ ആളുകൾ ഓട്ടോഗ്രാഫ് അല്ലെ, പലജാതി ഓട്ടോക്കാട് എന്താ പറയുക, ഓട്ടോക്കാട്, പിന്നെ ആർക്കിടെക്ട്, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളായത് ഇപ്പോഴാണ്. അപ്പൊ പലജാതി പണിയെടുക്കണം. അപ്പൊ ഈ പണിയിൽ എവിടെയെങ്കിലും അശ്രദ്ധ വന്നോ, അവന്റെ ഓരോ ജോലിയും കൊളാകാണ്.
ഇല്ല. പിന്നെ ആ സിവിൽ എഞ്ചിനീയറെ ആരും സമീപിക്കില്ല അല്ലെ? ഒരാളും ആ സിവിൽ എഞ്ചിനീയറെ സമീപിക്കില്ല. ഓരോ ഫീൽഡിലുമുള്ളവർ ആ ഫീൽഡിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാറില്ലേ? മുസ്ലിമേ, നിനക്കൊരു ഉത്തരവാദിത്തമില്ലേ? നിന്റെ ഫീൽഡിനെ നീ വിജയിപ്പിക്കണം. നീ ആരാകണം? നീ ആരാകേണ്ടവനാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഏ മുഅ്മിനേ, ഇസ്ലാമിലേക്ക് നീ എ മുതൽ സെറ്റ് വരെ പ്രവേശിക്കുക. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിലേക്ക് നീ പൂർണ്ണമായി പ്രവേശിക്കണേ. നീ ഒരു പെർഫെക്റ്റ് മുസ്ലിം ആകണേ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ. പിശാചിന്റെ ചവിട്ടടികളെ നിങ്ങൾ പിന്തുടരല്ലേ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഖുർആൻ നമുക്ക് വാണിംഗ് തരികയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ശരിക്കാലോചിക്കേ, നമ്മുടെ ഒന്നാമത്തെ ഒരു ഉത്തരവാദിത്താണ് ഒരു പെർഫെക്റ്റ് മുസ്ലിം ആവുക. മറന്നു പോകല്ലേ? ഒന്നാമത്തെ ഉത്തരവാദിത്വം. ഏതു കാലമായാലും ലോകമൊക്കെ അവസാനിക്കാറായില്ലേ, ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുക എന്നല്ലാതെ ഇന്നലെ ഉസ്താദ് പറഞ്ഞ പോലെ അങ്ങനെ പറയല്ലേ. ഒരു തരം അഴകുഴമ്പൻ സ്വഭാവം. ഒരു പെണ്ണൊളിച്ചോടി. അപ്പുറത്ത് അബ്ദുൾ റസാഖ്, മദ്യപാനിയായ അബ്ദുൾ റസാഖ് മദ്യം ഒരു പരിധി വിട്ടിട്ട് കഴിച്ചപ്പോ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി, ആത്മഹത്യ ചെയ്തു. തൊട്ടടുത്ത മഹലിൽ നിന്നൊരു പെണ്ണൊളിച്ചോടി. വേറെ ഒരു മഹലിൽ ഒരു ആത്മഹത്യ. മൂന്നാമത്തെ ഒരു മഹലിൽ സ്വന്തം പെങ്ങളെ കൊണ്ടുപോയി ആങ്ങളെ കൂട്ടിക്കൊടുത്തു, പെണ്ണുമാണി പ്രസംഗത്തിന് നൽകി. ഈ 3 സംഭവം ഒരു മാസത്തിന്റെ ഇടയിൽ സംഭവിച്ച സംഭവങ്ങൾ ഒരു പത്രത്തിൽ 3 കൂടി വായിച്ചിട്ട് ലോകമൊക്കെ അവസാനിക്കാറായില്ലേ. ഇനി ഇങ്ങനെ തന്നെ. ഇത് സ്വന്തം മകള് കേൾക്കാൻ. മകൾക്ക് കൊണ്ടൊരു ലൈന്, മകൾക്ക് കൊണ്ടൊരു ലൈന്. ബാപ്പ ഇത് പറയുമ്പോ ഉമ്മയോട് ഉറക്കെ ലോകമൊക്കെ അവസാനിക്കാറായില്ലേ ആയിഷ, ഇനി അങ്ങനെ തന്നെ. ആയിഷ തലയാട്ടം അങ്ങനെ തന്നെ. ഇത് രണ്ടും കൂടി കാണുന്ന പെൺകുട്ടി ചിന്തിക്കുകയാണ്, ലോകമൊക്കെ അവസാനിക്കാറായില്ലേ. ഈ പുതിയ കാലത്തെ ട്രെൻഡാണോ പ്രേമം? പാലാണോ പ്രേമം? തേനാണോ പ്രേമം? കേൾക്കുമ്പോൾ തോന്നുകയാണ് ലോകമൊക്കെ അവസാനിക്കാറായില്ലേ. ഇത് പാപ്പയുടെയും ഉമ്മയുടെയും കാലല്ലല്ലോ, എന്റെ കാലല്ലേ. ഈ കാലത്തെ പുതിയ ജനറേഷന്റെ അല്ലെ, ന്യൂ ജനറേഷൻ, പുതിയ ജനറേഷന്റെ ട്രെൻഡാണ് പ്രേമം. ഒളിച്ചോടിക്കളയാം. പെണ്ണ് തീരുമാനിക്കുന്നു ഒളിച്ചോടാം. കാമുകൻ നീ ജീവിതം സമർപ്പിക്കാം. പെൺകുട്ടിയെ നമുക്ക് ആക്ഷേപിക്കാൻ കഴിയുമോ? ആരാണ് ഈ പെൺകുട്ടിക്ക് ക്ലൂ കൊടുത്തത്? ക്ലൂ കൊടുത്തതാരാ? ക്ലൂ കൊടുത്തതാരാണ്? പത്രക്കട്ടിങ്ങുകൾ വായിച്ചിട്ട് ഈ ബാപ്പയാണ്. ഓർമ്മിക്കണം, കാലമേതു കാലമായാലും മുസ്ലിമേ, നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നിനക്കൊരു ബാധ്യതയുണ്ട്, നിനക്കൊരു ദൗത്യമുണ്ട്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിലേക്ക് നീ പൂർണ്ണമായും പ്രവേശിക്കണേ. ഓരോ ദിവസവും നീ ഇതിനു വേണ്ടി ഒരു ആത്മവിചാരണ നടത്തണം. മഹാന്മാരായ സൂഫിയാക്കൾ ഓരോ മണിക്കൂറിലും അവനവനെ കുറിച്ചൊരു പുനർവായന, ആത്മവായന, ആത്മവിചാരണ നടത്തിയിരുന്നു. എന്റെ കുറവുകൾ എന്താണ്? ദൗർബല്യങ്ങൾ എന്താണ്? എന്റെ പോരായ്മകൾ എന്താണ്? എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ട മൂല്യങ്ങൾ എന്താണ്? അവനവനെ കുറിച്ചൊരാലോചന ഉണ്ടോ? ഇന്നുണ്ടോ? ഒരു എഞ്ചിനീയർ തന്റെ ഫീൽഡിനെ കുറിച്ച് ഇടയ്ക്കിടെ ആലോചിക്കാറുള്ളത് പോലെ ഒരാശാരി തന്റെ തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്താനും അതിനെ മനോഹരമാക്കാനും അതിൽ പുരോഗതി ഉണ്ടാക്കാനും അധ്വാനിക്കാറുള്ളത് പോലെ മുസ്ലിമേ, നിന്റെ ഇസ്ലാമികമായ ലൈഫിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് നീ സ്വയം ആലോചിക്കാറുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. ഇപ്പൊ നോക്കൂ, ധാരാളം സഹോദരിമാര് കേൾക്കാനുണ്ട്. ഓരോ സന്ദർഭത്തിലും അവളുടെ പാചകത്തെ മനോഹരമാക്കാൻ പെണ്ണ് ശ്രദ്ധിക്കും. ഒരു നല്ല ആത്മാർത്ഥതയുള്ള ഭാര്യയാണെങ്കിൽ, മക്കളോട് ആത്മാർത്ഥതയുള്ള ഉമ്മയാണെങ്കിൽ, ആത്മാർത്ഥത ഒന്നുമില്ല, ഒരു അലസമാനസയാ. അലസമാനസ എങ്ങനെയെങ്കിലും ഒരു കറി വെക്കും, എങ്ങനെയെങ്കിലും ഒരു കറി. അലസമാനസയാകുമ്പോ
ആത്മാർത്ഥതയുള്ളൊരു മനസ്സുള്ള പെണ്ണാണെങ്കിലോ, ഇത് വയത് കഴിഞ്ഞിട്ട് പോയിട്ട് നീയൊക്കെ വളരെ മോശ, വയത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ കഥയൊക്കെ മോശ പറഞ്ഞേക്കല്ലേ ദയവ് ചെയ്തിട്ട്. അങ്ങനുണ്ട് കിട്ടിയ ചാൻസിൽ വെച്ചിട്ട് ഭർത്താക്കന്മാര് ഭാര്യയെ എന്തെങ്കിലും പറയും. ഇവിടെ ശ്രദ്ധിക്കൂ, ഭാര്യമാർ ആത്മാർത്ഥത, ഭർത്താവോട് ബന്ധമുള്ള, ഭർത്താവോട് വിധേയത്വമുള്ള, കടപ്പാടുള്ള, കൂറുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിന് ഇഷ്ടമുള്ള കറിയും ഭർത്താവിന് ഇഷ്ടമുള്ള പാചകങ്ങളും തയ്യാറാക്കി കൊടുക്കില്ലേ? ഓരോരുത്തരും അവരവരുടെ മേഖലകളെ, അവരവരുടെ ഫീൽഡുകളെ വിജയകരമാക്കില്ലേ? മുസ്ലിമേ, നീ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട നിന്റെ ജീവിതത്തിലെ മേഖല ഏതാണ്? ഒന്ന് ആലോചിക്കട്ടെ. നമ്മുടെ ആരോഗ്യമാണോ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വിഷയമാണോ, അല്ല നമ്മുടെ മതപരമായ കാര്യമാണോ? നമ്മുടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടത് ഏത് ഫീൽഡിനാണ്, ഏത് മേഖലക്കാണ്? ഏത് മേഖലക്കാണ്? ദീനിനാണ്, നമ്മുടെ മതവിഷയങ്ങൾക്കാണ്, നമ്മുടെ ആത്മീയമായ വിഷയങ്ങൾക്കാണ്. എല്ലാ വെള്ളിയാഴ്ചയിലെയും ഖുതുബ കഴിഞ്ഞിറങ്ങുമ്പോ നബാത്തി ഖുതുബയോതുന്ന പള്ളികളിൽ നിന്ന് ഇമാം പറയാറുള്ളൊരു ഖുർആനായത്തില്ലേ, വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലുത് എന്ന ഈ ഒരു ആശയില്ലേ, അത് സാധാരണക്കാരന്റെ ജീവിതയാത്രയിൽ എപ്പോഴും അവൻ കാത്തു സൂക്ഷിക്കേണ്ട ഒരു അമൂല്യമായ വിഷയമാണ്. എപ്പോഴും ഓർമ്മ ഉണ്ടാകണം. അവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ ഓർമ്മയാണ്. ആ ഓർമ്മയല്ലാതെ മറ്റൊരു കാര്യത്തിനും മനുഷ്യന് വലിയ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. കുടുംബമായി ജീവിക്കുമ്പോഴും ഏറ്റവും താല്പര്യം നൽകേണ്ടത് അല്ലാഹ്ക്കാണ്. മുസ്ലിമേ, കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ മുസ്ലിമാണെങ്കിൽ അവൻ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് അവന്റെ മതബോധത്തിനാണ്. ഇസ്ലാമിൽ ഊന്നി നിന്നുകൊണ്ട് കച്ചവടം ചെയ്യാൻ കച്ചവടക്കാരനു കഴിയണം. കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ ഏറ്റവും പ്രാധാന്യം നീ നൽകേണ്ടത് നിന്റെ ഈമാനിനാണ്, നിന്റെ തഖ്വക്കാണ്, നിന്റെ മതത്തിനാണ്. ദീനിൽ ഊന്നി നിന്നുകൊണ്ട് വേണം നീ കൃഷി ചെയ്യാൻ. വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുന്ന മുഅ്മിനീങ്ങളെ ദീനിൽ ഊന്നി നിന്നുകൊണ്ട് വേണം, ദീനിൽ ഊന്നി നിന്നുകൊണ്ട് വേണം വ്യത്യസ്തങ്ങളായ തൊഴിൽ ചെയ്യാൻ. നമ്മുടെ ഒന്നാമത്തെ വിഷയം ദീനാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലുത്. ചരിത്രത്തിന്റെ ഇന്നലെകളിലുള്ള എല്ലാ മഹാന്മാരും അല്ലാഹുവിനാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത്. പടച്ചറപ്പിന്റെ ദീനിനാണ്, ആഖിറത്തിനാണ്, ആത്മീയതയ്ക്കാണ്. ഇത് ഗൗസുൽ ആലമിന്റെ ആണ്ടുമാസമാണ്. മഹാനുഭാവന്റെ പ്രോജ്വലമായ ഓർമ്മകളോളം തല്ലുന്നു ഈ മാസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ. ഗൗസുൽ ആലമിന്റെ പ്രത്യേകത എന്താണ്? മഹാനുഭാവൻ ജീവിതത്തിൽ ഏറ്റവും താല്പര്യം പ്രകടിപ്പിച്ച വിഷയം ദീനിനാണ്. എന്നാൽ ഒരേ മഹാൻ യൂഫ്രട്ടീസിലൂടെയും ടൈഗ്രീസിലെയും ഓടിപ്പോകുന്ന, ഒഴുകിപ്പോകുന്ന കപ്പലുകളുടെ മുതലാളിയായിരുന്നു. യഥേഷ്ടം പണം മഹാന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ബന്ധം ദീനിനോടായിരുന്നു. ഇലാഹി അന്ത, മഹാൻ എപ്പോഴും ചൊല്ലാറുള്ളൊരു ദിക്റാത് ചൊല്ല്, ഇലാഹി അന്ത മഖ്സൂദി. ഉറക്കെ പറയും, നിങ്ങളുടെ ഒച്ച ഞാനും കേൾക്കട്ടെ. പറയും, നിങ്ങൾ കൊണ്ടുപോയിട്ട് കണ്ണൂരിൽ കൊണ്ടുപോയിട്ട് പുതിയ പള്ളിയാക്കാനൊന്നുമല്ല, ചൊല്ല്, ഇലാഹി അന്ത. നിങ്ങളൊന്നും ഉഷാറാവുള്ളൂ, എന്നാലും എനിക്കൊന്നും ഉഷാറായിട്ട് വേദ പറയാൻ കഴിയാ. ഇലാഹി അന്ത മഖ്സൂദി പറയ്, വരിദാക മത്ലൂബി. അല്ലാഹുവേ, നീയാണെന്റെ ലക്ഷ്യം, നീയാണെന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടം. രണ്ടുകൂടി മലയാളം പറഞ്ഞേ, ആ മലയാളം പറയും. നീയാണെന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടം. ഇത് നമ്മുടെ മനസ്സ്, നമ്മുടെ അബോധ മനസ്സ് അവിടെ നിൽക്കണം. ദീനിനോടാകണം ഏറ്റവും വലിയ ബന്ധം.
അങ്ങനെ വരുമ്പോ ഓരോ മണിക്കൂറിലും നാം ആലോചിക്കണം, എന്റെ പിഴവുകൾ എന്താണ്, ഒരു പൂർണ്ണ മുസ്ലിമാകുന്നതിന് എനിക്കുള്ള കുറവുകൾ എന്താ, ആ കുറവുകളെ നാം ഇല്ലായ്മ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോരുത്തരും ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം, അവരവർ ഏറ്റെടുക്കണം. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഒരു നല്ല കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ശംസുലുലമയുടെ കാലം, കണ്ണിയത്ത് ഉസ്താദിന്റെ കാലം, കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ കാലം, അല്ലെ? അതിനു മുമ്പ് ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരെ കാലം, വാളക്കുളം അബ്ദുൽ ബാരി നബ്ബറല്ലാഹു മർക്കദ മഹാനുഭാവന്റെ കാലം, അതിനു മുമ്പ് മഹാന്മാരായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കാലം, സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരിയുടെ കാലം, കോഴിക്കോട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലം, അലാവുദ്ദീനുൽ ഹിംസിയുടെ കാലം. ആ കാലത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുറബ്ബിയായ മശായിഖന്മാർ, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകൂല. മനുഷ്യനെ നന്മയുടെ രാജപാതയിൽ ശിക്ഷണം കൊണ്ട് അനുഗ്രഹിച്ച ഗുരുനാഥന്മാർ, ഗുരുഭൂതന്മാർ ജീവിച്ച കാലം. നന്മയുടെ വഴിയിലൂടെ നയിക്കും. മദ്യപാനിക്കും ആ മഹാന്മാരെ അടുക്കൽ പോകാം, വ്യഭിചാരിക്കും ആ മഹാന്മാരെ സന്നിധിയിൽ പോകാം. മദ്യപാനിയെയും വ്യഭിചാരിയെയും ആ തിന്മയുടെ ചെളിക്കുണ്ടിൽ നിന്ന് അവര് രക്ഷപ്പെടുത്തുന്നു, നന്മയുടെ രാജപാതയിലേക്ക് അവരെ ആനയിക്കുന്നു. ഇന്ന് അങ്ങനെയുള്ള ഗുരുനാഥന്മാരെ കാണാൻ കഴിയുന്നില്ല. ഉണ്ട്, ഇല്ല എന്നല്ല, പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഇന്ന് ഒറ്റയാൾപ്പെട്ട ആളമാണ് നാം. എനിക്കു ഞാൻ മാത്രം. ബാപ്പ പറയാ മക്കളോട്, നീ നന്നാകണമെന്ന് എങ്ങനെ പറയാ? ബാപ്പാന്റെ വീക്ക്നെസ് മക്കൾക്കറിയാം, മക്കൾക്കറിയുമെന്ന് ഉപ്പാക്കറിയാം. ഒരു കാര്യത്തിനും ബാപ്പാക്ക് ഉപദേശിക്കാൻ കഴിയുന്നില്ല. ഉമ്മക്ക് പറയാൻ കഴിയോ? ഉമ്മക്ക് പറയാ, റിയാലിറ്റി ഷോ കാണാൻ റിമോട്ട് കൊടുത്തിരിക്കുന്ന ഉമ്മ, അല്ലേ? റിയാലിറ്റി ഷോ കാണാൻ റിമോട്ട് കൊടുത്തിരിക്കുന്ന ഉമ്മാക്ക് പറയാൻ കഴിയോ പെൺകുട്ടികളോട്, മകളെ സ്കൂളിൽ പോയാൽ മദ്രസയിൽ പോയാൽ മരം ചുറ്റി പ്രേമം വേണ്ട മകളെ? ഉമ്മയ്ക്ക് പറയാൻ കഴിയില്ല. ഉമ്മയെ കുറിച്ചിട്ട് മകൾക്കറിയാം. മാത്രമല്ല, ഉമ്മയുടെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ച് ചില ബുദ്ധിയില്ലാത്ത ഉമ്മമാർ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കും പ്രേമമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എന്റെ ഗ്രാമവീതിയിലൂടെ നടന്നു പോകുമ്പോ മധുര 17ന്റെ ആ സുഗന്ധപൂരിതമായ കാലത്ത് കടക്കണ്ണിട്ട് എന്നെയും ചെറുപ്പക്കാര് നോക്കിയിരുന്നു. സ്വന്തം ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മകളോട്. ബുദ്ധിയില്ലാത്ത ഉമ്മ, അല്ലേ? അങ്ങനല്ലേ? അള്ളാന്റെ ദുനിയാവിലില്ലേ പലപ്പോഴും വാപ്പയും ആൺകുട്ടികളും സെക്സ് പറയൂല, ഉമ്മയും സ്വന്തം പെൺകുട്ടികളും സെക്സ് പറയും. അള്ളാന്റെ ദുനിയാവില് പയ്യാനക്കൽ ഒഴികെ. അള്ളാന്റെ ദുനിയാവില് ജേട്ടനും അനുജനും സെക്സ് പറയൂല. ഉണ്ടാകാമില്ല, ഏറെക്കുറെ ചേട്ടത്തിയും അനുജത്തിയും പറയും. ഫസ്റ്റ് നൈറ്റിന്റെ ഒക്കെ ആ അതിർപ്പവും, ഫസ്റ്റ് നൈറ്റിന്റെ സുഗന്ധവും, ഫസ്റ്റ് നൈറ്റിന്റെ ആ മാധുര്യമൊക്കെ ജ്യേഷ്ഠത്തി സിസ്റ്റേഴ്സ് പരസ്പരം പറയും, ജ്യേഷ്ഠത്തിയും അനുജത്തിയും പറയും. പറഞ്ഞോട്ടെ, ഇതൊക്കെ വലിയ സാമൂഹ്യമായ തിന്മകളിലേക്ക് സമൂഹത്തെ നയിക്കുന്നതാണ്. പറഞ്ഞതുകൊണ്ട് മുസ്ലിമേ, നന്മ കൊണ്ട് കൽപ്പിക്കാൻ ആളില്ലാത്തൊരു കാലമാണ്. വൽതകും മിൻകും യദ്ഊന ഇലൽ ഖൈരി, നിങ്ങളിൽ ഒരു സമൂഹമുണ്ടാകണം. യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്നൊരു സമൂഹം. വയഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കുന്നൊരു സമൂഹം. പിന്നെ വയൻഹൗന അനിൽ മുങ്കരി, തെറ്റുകൊണ്ട് തിന്മ കൊണ്ട് തടയുന്നൊരു സമൂഹം. തെറ്റ് കണ്ടാൽ തടയുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൊണ്ട് കൽപ്പിക്കുന്നൊരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ? മുസ്ലിമേ, നമ്മളാരും ഇന്ന് ആ വിഷയം ചെയ്യുന്നേയില്ല. പിന്നെ ഈ നമ്മുടെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പോലെ, സമസ്ത കേരള സുന്നി യുവജന സംഘം പോലെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങൾ നാടുനീളെ ഇതുപോലെയുള്ള വിഷയങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നല്ലാതെ നമ്മെ നയിക്കാൻ ആളില്ലാത്തൊരു കാലമാണിത്. മുറബ്ബിയായ മശായിഖന്മാരെ പ്രത്യക്ഷത്തിൽ കണ്ടുകിട്ടാത്ത കാലമാണിത്. അതുകൊണ്ട് മുസ്ലിമേ, സ്വന്തം തെറ്റുകളെ കുറിച്ച് സ്വയം നാം ആലോചിക്കുക. ഓരോ പ്രാവശ്യവും ജീവിതത്തിൽ കുറവുകൾ വരുമ്പോ ആലോചിക്കണം, ഇനി ഞാൻ വിടില്ല, ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. ഒരു കുഴപ്പമുണ്ട്,
ധാർമ്മികത തകരാൻ തുടങ്ങിയാലുണ്ടല്ലോ, ധാർമ്മികത തകരാൻ തുടങ്ങിയാൽ പിന്നെ നാം വിചാരിച്ചിടത്ത് നിൽക്കൂല, തകർന്നോ